ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് സേമിയ പാലൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുക, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഞാൻ 2 കപ്പ് പാൽ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ കപ്പിനാണ് അളന്നെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കപ്പ് അളവില്ല എന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ്സിന് അളന്നെടുത്താൽ മതി. 2 ഗ്ലാസ് പാലെടുത്താൽ മതി. അപ്പോൾ ഇത് ഫ്രഷ് മിൽക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ പാൽപ്പൊടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു 1/2 കപ്പ് കോൺഫ്ലോർ ആണ് ചേർക്കുന്നത്. നിങ്ങൾ ഗ്ലാസ്സിനാണ് അളന്നെടുക്കുന്നതെന്നുണ്ടെങ്കിൽ 2 ഗ്ലാസ് പാലിന് 1/2 ഗ്ലാസ് കോൺഫ്ലോർ എടുത്താൽ മതി. ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. 1/2 കപ്പ് പഞ്ചസാര പാകത്തിനുള്ളൊരു മധുരമാണ് കേട്ടോ. അപ്പോൾ നല്ല മധുരം വേണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് വരെ നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപ്പ് ചേർത്താൽ മതി. ഇനി ഇത് നല്ല പോലെ കട്ടയില്ലാണ്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു സമയത്തൊന്നും നമ്മൾ അടുപ്പിൽ വെച്ചിട്ടല്ല ചെയ്യുന്നത് കേട്ടോ. അടുപ്പെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഓണാക്കിയിട്ട് വെച്ചാൽ മതി. ഇനി ഇതുപോലെ ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടെ ചേർത്തിട്ടുണ്ട്. പട്ടയ്ക്ക് പകരം നിങ്ങൾക്ക് ഏലക്കാപ്പൊടിയോ വാനില എസൻസോ റോസ് വാട്ടർ എന്ത് വേണേലും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ സ്റ്റൗ ഓണാക്കിയിട്ട് നല്ല പോലെ ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കണം. ഇപ്പോൾ കോൺഫ്ലോർ ചേർത്ത കാരണം തന്നെ കൈയെടുക്കാണ്ട് ഇളക്കിയിട്ട് നമ്മൾ കുറുക്കിയെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. നല്ല പോലെ കുറുകി വരുന്ന സമയത്ത് തീയെ വളരെ കുറച്ച് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് വരട്ടിയെടുക്കുക. എന്നാലേ കോൺഫ്ലോറിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ പോയിട്ട് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വളരെ തീ കുറച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് നമ്മളിത് ഈ ചൂടോട് കൂടി തന്നെ ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഓയിലോ ബട്ടറോ എന്തെങ്കിലും ഒന്ന് പുരട്ടിയിട്ടുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഏത് ഷേപ്പിലുള്ള മോൾഡിലേക്കും നിങ്ങൾക്ക് ഒഴിച്ചിട്ട് അതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം പാത്രത്തിൽ കുറച്ച് ഓയിലോ ബട്ടറോ എന്തെങ്കിലും ഒന്നൊക്കെ പുരട്ടി വെക്കുക. എന്നാലേ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കിട്ടുള്ളൂ. ഞാൻ ഒരു പട്ടയുടെ കഷ്ണത്തിൽ നിന്നൊന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. ഇത് നല്ല പോലെ നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ചൂടോട് കൂടി തന്നെ ചെയ്യാം കേട്ടോ. എന്നാലേ അല്ലെങ്കിൽ നമുക്കിത് സെറ്റായി പോവും. അപ്പോൾ ഇങ്ങനെ ലെവൽ ചെയ്തെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എല്ലാ ഭാഗത്തും ഒരേപോലെ ആവുന്ന രീതിയിൽ ചെയ്താൽ മതി. ഇനി നമുക്കിത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഫ്രിഡ്ജിൽ ഒരു മണിക്കൂറൊക്കെ വെച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ആവും. പുറത്ത് വെക്കുകയാണെങ്കിൽ ഒരു 2-2.5 മണിക്കൂറിനുള്ളിലൊക്കെ നന്നായിട്ട് തന്നെ തണുത്ത് കിട്ടും. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്യാം. അതിൻ്റെ ആ ഒരു സൈഡ് ഭാഗമൊക്കെ ഒന്ന് മാറ്റുന്നുണ്ട് കേട്ടോ. കളയൊന്നും വേണ്ട. നമുക്ക് മിൽക്ക് പുഡിങ്ങൊക്കെ പോലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പോലെ നമുക്ക് ഓരോ പീസുകളായിട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഏത് ചെറിയ ചെറിയ പീസുകളാണെങ്കിൽ അങ്ങനെ ചെയ്യുക. കുറച്ച് വലിയ പീസായിട്ടാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ മുറിച്ചെടുത്താൽ മതി. അപ്പോൾ എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ഒരു കോട്ടിങ്ങിന് ആവശ്യമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സേമിയ എടുത്ത് വെച്ചിട്ടുണ്ട്. വളരെ തിന്നായിട്ടുള്ള സേമിയ തന്നെ എടുക്കുക. വണ്ണുള്ള സേമിയ എടുക്കരുത് കേട്ടോ. അതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് എടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ കോൺഫ്ലേക്സ് എടുത്താലും മതി. രണ്ടായാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ സേമിയ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കോട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള ഒരു മാവ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് കലക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിന് പകരം നിങ്ങൾക്ക് 2 കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് അതിൽ മുക്കിയിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ മുട്ട വേണമെന്നുള്ളവർ അങ്ങനെ ചെയ്യാം. ഇനി നമുക്ക് ഓരോ പീസസും ഇതിലേക്ക് ഇട്ടിട്ട് നമ്മുടെ സേമിയയിലൊന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ സേമിയ നിർബന്ധമൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ബ്രെഡ് ക്രംസ് ആണ് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. കോൺഫ്ലേക്സ് ഉണ്ടെങ്കിലും അങ്ങനെ ചെയ്യുകയാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഓരോ പീസും നമുക്ക് മൈദയുടെ ആ ഒരു മിക്സിൽ മുക്കിയിട്ട് ഇതുപോലെ സേമിയയിലൊന്ന് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ഓരോ പീസും ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കുക കേട്ടോ. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതൊക്കെ നേരത്തെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കണ കുറച്ച് സമയം മുമ്പ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. എന്നാൽ നല്ല മൊരിച്ചിട്ട് നന്നായിട്ട് തന്നെ ഉണ്ടാവും. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നല്ലതായിട്ട് തന്നെ നിങ്ങൾക്ക് കഴിക്കാനും പറ്റും. നേരത്തെ ഫ്രൈ ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം ഇതുപോലെ ഞാനൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് പോപ്പ് സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നിർബന്ധമൊന്നുമില്ല. കാണാനും അതുപോലെ നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്തൊക്കെ ഒരു ഭംഗിയായിരിക്കും. അപ്പോൾ ഓരോ പോപ്പ് സ്റ്റിക്കും എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം.
അപ്പോൾ വീട്ടിൽ പോപ്സിക്കിളൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് സ്റ്റിക്കൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഓരോ റെസിപ്പി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഞാനിതുപോലെ കുറച്ചെണ്ണം ഇതുപോലെ പോപ്പ് സ്റ്റിക്കൊക്കെ ഒന്ന് കുത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായിട്ടുള്ള ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നല്ല ചൂടായിട്ടുള്ള ഓയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഇതിൻ്റെ ഉൾഭാഗം വേവേണ്ട ആവശ്യമൊന്നുമില്ല. പുറം ഭാഗം നന്നായിട്ടൊന്ന് ക്രിസ്പി ആയി കിട്ടിയാൽ മതി. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീ കുറച്ച് വെച്ചിട്ട് ചെയ്യരുത്. നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. തീ കുറച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എണ്ണ കുടിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല തീയിൽ വെച്ചിട്ട് തന്നെ പെട്ടെന്ന് തന്നെ തിരിച്ചും മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ ഒരു ഭാഗം റെഡി ആവുന്ന സമയത്ത് നമ്മളിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. രണ്ട് ഭാഗവും നല്ല പോലെ ആയി വരുന്ന സമയത്ത് നമുക്കിത് ഓയിലിന് കോരി മാറ്റാം. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്കിതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. പുറം ഭാഗം നല്ല മുരിച്ചിലായിരിക്കും കേട്ടോ. ഉൾഭാഗം നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിരിക്കും. ആ ഒരു പാലിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ സൂപ്പറാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാല് പൊരിച്ചതാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.